Okay, now we're on a break because we stop for a break. Okay, guys, we have to cross the road. So hold hands. Hold hands. No holding hands. Hold hands. Hold hands. Yeah. And we have, okay, there are so many kids on this trip. I think the only like teenagers on this trip is like me, my best friend, my brother, and I think one more kid. Okay, so now we're stopping for our break. We're in this food court. It's just a big building just full of like fast food chains and stuff. So there are like a bunch of kids running around here. Yo! Yeah. So I'll see you after the break. Say hi, say hi. Hey, no, hi. നേരിട്ടൊരു ചാനൽ എന്നതായിരുന്നു കൈരളിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യമാണ് ഇന്ന് 25 വർഷങ്ങൾ എന്ന വലിയൊരു നാഴികക്കല്ലിൽ എത്തി നിൽക്കുന്നത്. ഈ ഒരു ആഘോഷവേളയിൽ പ്രവാസികളായ നമുക്കും പങ്കുചേരാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിനേക്കാളേറെ ഏറ്റവും സ്വാഗതം ചെയ്യുന്നത്. എല്ലാവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വഴിയൊരുക്കാനായിട്ട് ഓരോ മലയാളികളുടെയും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഈ ഒരു വേദിയിലേക്ക് ഈ അതിഥികൾ ഓരോന്നായി കേരളത്തെ ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമാക്കി പുതുക്കിയെഴുതിയ
മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. വീടില്ലാത്തവർക്ക് വീടിനും പരിഗണന കിട്ടാത്തവർക്ക് പരിഗണനയും അവകാശമുണ്ടെന്ന് വിശ്വസിക്കുകയും അത് നടക്കും. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. പ്രവാസികൾ അന്യരല്ലെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ഭരണാധികാരി. ജന്മനാടിന് പ്രിയപ്പെട്ടവരാണ് നമ്മളെന്ന് നാം തിരിച്ചറിഞ്ഞ കാലം. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രവാസികളായ നമ്മൾക്ക് ഉറപ്പു നൽകിയ നടപ്പാക്കിയ കൊണ്ടു നടന്നവർ കോരി കോടി നാടി വളർത്തി കയറൂരി പറഞ്ഞോലി ഭയത്തി. സമാനങ്ങളില്ലാത്ത മമ്മൂട്ടി. മമ്മൂട്ടിക്ക് ഉദാഹരിക്കാൻ ആരുമില്ല. മമ്മൂട്ടി. I think he's a real hero. There's no nuances he brings in this video. I'm very jealous of that. He can be uncommon there with the microphone in a village where, he becomes somebody else. He can be that calm guy who's very quiet. They don't deserve it. പഴശ്ശീല യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതിൽ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണലിലേക്ക് ഇന്ത്യയുടെ മഹാരാജത്തിന്റെ ആത്മാവ് അയ്യപ്പക്കാരന്റെ വർഷാവർഷമാണ് പ്രതീക്ഷിച്ചിട്ടുള്ള എന്റെ മുതൽ ലോകത്ത് ഈ ആത്മാവ് അറിയാൻ എന്തുണ്ടാവണം. ഇത്രയും മുതൽക്കൂടികൾ കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചതിൽ ഞാൻ ഏതാ ഓർക്കുന്നത്. എന്നെപ്പോലെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. സന്തോഷം. ഈ സായാഹ്നം കൈരളിയുടെ 25 വർഷത്തെ യാത്രയുടെ ആഘോഷമാണ്. കൈരളി ചാനലിന്റെ സാരഥിയായി നിങ്ങൾ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ടസിന് മൈക്ക് കൊടുക്കും.
മൈക്കില്ലാതെ ഒന്നും പറ്റില്ല. I do it. കുറെ കാലത്തിന് ശേഷമാണ് മമ്മൂക്ക അബുദാബിയുടെ മണ്ണിലേക്ക് തിരിച്ചു വരുന്നത്. കുറെ കാലമായി മമ്മൂക്ക 1987 ഞാൻ ജനിച്ചിട്ടില്ല. 2016-21 കാലത്ത് എന്താണോ നടപ്പാക്കിയത് അവ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഫലം സൃഷ്ടിക്കാനും കഴിഞ്ഞു. അതിൻ്റെ ഭാഗമാണ് ദുരന്തങ്ങളും പകർച്ചവ്യാധികളെയും അഭിമുഖീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. വെള്ളപ്പൊക്കവും കോവിഡുമൊക്കെ എങ്ങനെ എത്ര മനധൈര്യത്തോടുകൂടി, എത്ര ധൈര്യത്തോടുകൂടി, എത്ര ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം നേരിട്ടു. ഇതിനെക്കൊണ്ട് ഒരു ധൈര്യം എന്തായി? അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത, നമ്മുടെ ജനതയുടെ പ്രത്യേകത. നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കേരളത്തെ പ്രാപ്തമാക്കിയത്. അതാണ് അസാധ്യം എന്ന ഒന്ന് ഇല്ല എന്നത് കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് പ്രതിരോധങ്ങളും ഒരുപാട് പ്രിയപ്പെട്ടവരിയ്ക്കുന്നുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് 25ാം വാർഷികം ആഘോഷിക്കുന്ന കൈരളിയുടെ ഈ വേദിയിൽ നിൽക്കുന്നത്. അതിനെ വിളിച്ചത് ചന്തു പറഞ്ഞ പോലെ കൈരളിയുടെ പ്രിയപ്പെട്ട വലിയേട്ടൻ മലയാള സിനിമയുടെ മമ്മൂക്കയാണ്. അപ്പൊ അതില് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കേരള സ്റ്റേറ്റ് അവാർഡില് ബെസ്റ്റ് ആക്ടറില് നോമിനേഷനിൽ പ്രിയപ്പെട്ട മമ്മൂക്കായോടൊപ്പം. അപ്പൊ അത് കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മലയാളി സമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. അവസാനിപ്പിക്കാൻ വേണ്ട, നമുക്ക് തുടരാം. ഞാൻ അടുത്ത ആളെ വിളിക്കുകയാണ്. അദ്ദേഹം ഞാൻ എന്റെ ഇമേജ് ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് കൈരളി TV ഒരുപക്ഷെ ഹനാന്റെ ചൈൽഡ്ഹുഡിലൊക്കെ ഒരുപാട് ഇപ്പോഴും കാണുന്ന ഒരു ചാനൽ തന്നെയായിരിക്കും. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാം പറഞ്ഞാൽ ഏതായിരിക്കും പറയാം? സോ എനിക്ക് തോന്നുന്നു എൻ്റെ ഉമ്മയൊക്കെ കൂടുതൽ കണ്ടിരുന്ന കുക്കറി ഷോസ് ആയിരുന്നു തോന്നുന്നു. അപ്പൊ ആ ഒരു സംഭവം എപ്പോഴും വീട്ടിൽ നിൽക്കാണ്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. അന്ന് അത്ര പാടില്ല. Okay, so the event finally got over and I got my cousin's balloon. So then the event's over and I got a balloon. So it's currently like 11:20 and by the time we reach home it's gonna be like 2. Since it's Abu Dhabi, it's really far. So see you guys later once again. Bye bye.